ഈ ഇൻട്രോ എന്ന് പറയുന്നത് ഞാൻ 4ാമത്തെ പ്രാവശ്യം എടുക്കുന്ന ഒരു ഇൻട്രോ ആണ് കേട്ടോ. ഇന്നിവിടെ ഇപ്പോൾ വൈകുന്നേരം ഇപ്പോൾ ഒരു 7 o'clock ആകാൻ പോകുന്നു. അപ്പോൾ നല്ല തണുപ്പുള്ളൊരു ദിവസമായിരുന്നു ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ പോലെ തന്നെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ സൂര്യപ്രകാശം ഒന്നും ഏക്കാണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ ചെറിയൊരു ഡിപ്രഷൻ, ആങ്സൈറ്റി ഒക്കെ വരത്തില്ലേ, ഒരു ഓവർ തിങ്കിങ്. അപ്പോൾ ആ കാറ്റഗറിയിലെ എല്ലാ തിങ്കിങ്ങും ഇന്ന് വന്ന ദിവസമായത് കാരണം കൊണ്ട് ജസ്റ്റ് ഒന്ന് പുറത്തു പോയി കുറച്ച് മനുഷ്യരെ കണ്ടിട്ട് വരാം എന്ന് ഞാൻ വിചാരിക്കുവാണ് കേട്ടോ. പുറത്തു പോയി ഒരു ചായയൊക്കെ കുടിച്ച് എന്താണ് പറയുന്നത്, ആൾക്കാരെയൊക്കെ കണ്ട് കുറച്ച് ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് ഈ ഉള്ളൊരു മൂഡിന് കുറച്ചെങ്കിലും ഒരു മാറ്റം വരുത്താൻ പറ്റുമോ? വരുത്താൻ പറ്റും. സോ ലെറ്റ്സ് ഗോ ആൻഡ് കം. ഇതെന്താ മാറാത്തതെന്നല്ലേ? സ്റ്റാർബക്സ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് ലൊക്കേഷനാണ് കേട്ടോ. സ്റ്റാർബക്സ് മാത്രമല്ല, എല്ലാ കോഫി ഹൗസസും എൻ്റെ ഒരു ഫേവറേറ്റ് ലൊക്കേഷനാണ്. അതിപ്പോൾ ടിം ഹോർട്ടൻസ് ആണെങ്കിലും സ്റ്റാർബക്സ് ആണെങ്കിലും എനിക്കിങ്ങനെ ആൾക്കാരുള്ള സ്ഥലത്ത് വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മളപ്പോൾ ഒറ്റയ്ക്കല്ലല്ലോ, നമ്മളുടെ എൻ്റെ മൈൻഡ് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് എനിക്ക് തിങ്ക് ചെയ്യാൻ പറ്റുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ എത്ര പേര് ജാനമൻ ഫിലിം കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. അതിലെ ബേസിലിനെ പോലെ ഇങ്ങനെ ഡിപ്രഷനും ആങ്സൈറ്റിയും ഒക്കെ അടിച്ച് കുറേ സമയം, അതായത് നമ്മുടെ ഇവിടെ വിന്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് 6 months ഉണ്ട്. അപ്പോൾ ഈ 6 months ഇങ്ങനെ പുറത്ത് എന്താണ് പറയുന്നത്, ഇങ്ങനെ ലെയറപ്പ് ഒക്കെ ചെയ്ത് പോകാൻ എല്ലാ ദിവസവും നമുക്ക് മൂഡ് ഉണ്ടാവണം എന്നില്ല. പിന്നെ സൂര്യനെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലപ്പോഴുമാണ്. അപ്പം സൂര്യനെ കാണാതിരിക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ആ സീസണൽ ഡിപ്രഷൻ എന്ന് പറയുന്നത് അത് വേറെ. പിന്നെ ഈ ലോൺലിനെസ്, ഐസൊലേഷൻ ഇതിലൊക്കെ കൂടെ ഉണ്ടാകുന്ന ഡിപ്രഷൻ, ആങ്സൈറ്റി അത് വേറൊരു സൈഡിൽ. നമ്മളിങ്ങനെ വീട്ടിൽ തന്നെ കുത്തിയിരിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാനും ഓവർ തിങ്ക് ചെയ്യാനും കുറെ അധികം എന്താണ് പറയുന്നത്, റിഫോർമേറ്ററി തോട്ട്സ് വരാനും ഒക്കെ ഉള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. കാരണം സമയം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുവാണല്ലോ. അന്നേരം എനിക്കും ഉണ്ടായി കുറച്ചധികം റിഫോർമേറ്ററി തോട്ട്സ്, കുറച്ച് ബോധോദയങ്ങളുണ്ടായി. അതിന് എന്നെ കുറ്റം പറയാൻ പറ്റത്തില്ല, ഇവിടുത്തെ ക്ലൈമറ്റിന്റെയും കുറ്റം പറയാൻ പറ്റത്തില്ല. നമ്മുടെ നാട്ടില് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഫ്രണ്ട്സും ഫാമിലിയും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ജോലിയും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ ലൈഫ് സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ പോകുന്ന ഒരാളുണ്ട്. അതാരാന്നറിയോ? നമ്മളെ തന്നെ. കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ തന്നെ മറന്നുപോകും നമ്മൾ ആരാണെന്ന്, നമുക്ക് എന്താ വേണ്ടേ, നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണ്, നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം എന്താണ്, നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യം, ജെന്യുവിൻലി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് സന്തോഷം കൊണ്ടുവരുന്ന കാര്യങ്ങൾ എന്താണ്, നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യം എന്താണ്, ഇതങ്ങ് നമ്മൾ മറന്നു പോകും. അപ്പോൾ മറ്റാരൊക്കെയോ ആകാനുള്ളൊരു ഓട്ടത്തിലാണ് നമ്മളെപ്പോഴും. അപ്പോൾ ഈ ഞാൻ പറഞ്ഞതുപോലെ ലൈഫിൽ പല പോയിന്റ് ഓഫ് ടൈമിൽ പല രീതിയിൽ ചിന്തിച്ച് ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഈ ഓട്ടത്തിന് ഒരു ഫിനിഷ് ലൈൻ നമുക്ക് കണ്ടെത്താൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ ഓരോ മാർക്ക് അച്ചീവ് ചെയ്യുമ്പോഴും അടുത്ത് വേറെ എന്തെങ്കിലും ഉണ്ടാകും നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ടുള്ളതോ, അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു ഗോളോ. അതൊരു ഹെൽത്തി വേയിൽ പോവുകയാണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. ബട്ട് എന്താണ് പറയുന്നത്, നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അറ്റ് സം പോയിന്റ് മറ്റാരോ ആവാൻ നമ്മളിങ്ങനെ വ്യഗ്രതപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അറ്റ് സം പോയിന്റ് ഇൻ അവർ ലൈഫ് നമ്മൾ നമ്മളോട് സംസാരിക്കാതാകുമ്പോൾ നമുക്ക് നമ്മളോടുള്ള സ്നേഹമാണ് കുറയുന്നത്. അപ്പോൾ നമ്മൾ മറ്റാരോ ആകാൻ ഇങ്ങനെ ശ്രമിച്ചു കൊണ്ടിരിക്കും തോറും നമ്മൾ എവിടെയോ നമ്മളെ തന്നെ ഇഷ്ടപ്പെടാതായി പോകുന്നു. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആകെ ഒരു എംപ്റ്റി ഫീലിംഗ് നമുക്ക് തോന്നി തുടങ്ങും. എന്താണ്, ലൈഫ് ഒരു ഓട്ടോ പൈലറ്റ് മോഡിൽ പോകുന്നത് പോലെ, എന്ത് ചെയ്താലും നമുക്കൊരു ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു സന്തോഷം വരാത്ത പോലെ. നമ്മളുടെ ലൈഫിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നതിനെക്കാട്ടിലും
നമ്മുടെ ലൈഫ് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഫീലിംഗ്. വി ഫീൽ വിക്ടിം ടു അവർ ഓൺ ലൈഫ്. നമ്മൾക്ക് എന്താണ് പറയുന്നത്, നമ്മൾ വല്ലാത്തൊരു ഐഡന്റിറ്റി ക്രൈസിസിൽ അകപ്പെടുന്ന പോലെ തോന്നും. അതായത് നമുക്ക് ചുറ്റുമുള്ളതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അത് ചിലർക്കെങ്കിലും അങ്ങനെ ഒരു ചിന്ത വരാറുണ്ട് ഒരു പോയിന്റ് ഓഫ് ടൈമിൽ. കാരണം നമ്മൾ എന്ത് ചെയ്തിട്ട് ശരിയാകുന്നില്ല, നമ്മൾ എന്ത് ചെയ്തിട്ട് നമുക്കൊരു സന്തോഷമില്ല, ഉള്ളുകൊണ്ടൊരു ഒരു 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 തൃപ്തി വരുന്നില്ല നമ്മൾ എന്ത് ചെയ്തിട്ടും. നമ്മൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ മോട്ടിവേഷണൽ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മുടെ യൂട്യൂബ് തുറക്കുമ്പോഴോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോഴോ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ, ഈ 5 കാര്യങ്ങൾ ചെയ്തു നോക്കൂ, നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ മാറും, നിങ്ങളുടെ ലൈഫ് അവരുടെ പോലെ ആകും, നിങ്ങൾ ഇങ്ങനെ ആകും എന്നൊക്കെ. പണ്ടൊക്കെ ഈ സക്സസ് എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ സൊസൈറ്റി നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്ന കുറച്ച് ചെക്ക് ബോക്സസിൽ, അതായത് നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് മേടിക്കുക, നല്ല ജോലി മേടിക്കുക, ഫിനാൻഷ്യലി എസ്റ്റാബ്ലിഷ് ചെയ്യുക, ലൈഫിൽ സെറ്റിൽ ആവുക, ഇങ്ങനെയൊക്കെ. ഈ AI കാലഘട്ടത്തിലും നമ്മുടെ സൊസൈറ്റിയിലെ ഈ മാനദണ്ഡത്തിന് വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. എൻ്റെ കൂട്ടത്തിൽ കുറച്ചും കൂടെ ആഡഡ് ഫാക്ടേഴ്സ് ഉണ്ടായി എന്ന് മാത്രമേ ഞാൻ കാണാറുള്ളൂ. ഈ ആഡഡ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ലൈക്സും ഫോളോവേഴ്സിൻ്റെ കൗണ്ട്. ഞാനും ഇങ്ങനെ തന്നെയാണ് ലൈഫിനെ കണ്ടുകൊണ്ടിരുന്നത്. അതായത് ഞാൻ എൻ്റെ ചുറ്റും നോക്കുമ്പോൾ സൊസൈറ്റിയിൽ ഞാൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 തരത്തിലുള്ള വ്യക്തികളെ ഞാൻ കാണാറുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെക്ക് ബോക്സസ് എല്ലാം മീറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് അതിൻ്റെ പുറകെ പായുന്നവർ. രണ്ടാമത്തെ കൂട്ടരെന്ന് പറയുന്നത് ഈ ചെക്ക് ബോക്സസ് എല്ലാം ഉണ്ടെന്നറിയാം, പക്ഷെ അതിൻ്റെ ഒരു പ്രഷറിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യണം എന്നറിയാത്ത ആൾക്കാർ. പിന്നെ മൂന്നാമത്തെ ആൾക്കാരെന്ന് പറയുന്നത് ഈ സൊസൈറ്റിയുടെ ഈ ചെക്ക് ബോക്സസ്, ഈ പ്രഷർ കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്തവർ. നാലാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഇതിലൊക്കെ എന്ത് കാര്യമാണുള്ളത് എന്ന് ചിന്തിക്കുന്ന 4മത്തെ കൂട്ടർ. ലൈഫിൽ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ അറ്റ് സം പോയിന്റ് ഓഫ് ടൈം ഇൻ മൈ ലൈഫ് ഞാൻ ഈ 4 ഗ്രൂപ്പിലും, അതായത് ഓരോ ലൈഫിൻ്റെ ഫേസസിലും ഞാൻ ഈ 4 ചിന്താഗതികളിലൂടെയും കടന്നുപോയ ഒരാളാണ്. ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ ഞാനിങ്ങനെ ഒരു ഓട്ടത്തിലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആകണം, എവിടെയെങ്കിലുമൊക്കെ എത്തണം എന്നുള്ളൊരു ചിന്തയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുമായിരുന്നു. ആ ഓട്ടം എന്നെ എത്തിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ പുതിയ ഗൾഫായ കാനഡയിലേക്കാണ്. മരുഭൂമിയിൽ മണലും ഒട്ടകവും വെയിലും ആണെങ്കിൽ കാനഡയിൽ കുറച്ച് മഞ്ഞും തണുപ്പും ഏകാന്തതയും, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ടാക്സസും ബിൽസും. ഇതാണ് ഒരു കനേഡിയൻ ലൈഫ് എന്ന് പറയുന്നത്. നമ്മുടെ ഫേവറേറ്റ് ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ് ആണെങ്കിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സിനെ എടുത്താലും അവരും കുറേയേറെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ശരിക്കും നല്ല കാര്യങ്ങളാണ് കാണിക്കുന്നതൊക്കെയും. പക്ഷേ നമ്മൾ ആ ഒരു വീഡിയോസ് കാണാനായിട്ട് നമ്മൾ എന്തോരം ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ആ വീഡിയോയിൽ നിന്ന് നമ്മുടെ ടേക്ക് അവേ, അതായത് നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന എന്തോരം കാര്യങ്ങളുണ്ടാകും. വളരെ 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 ചുരുക്കം ചില കാര്യങ്ങൾ അല്ലേ. റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നോക്കുമ്പോൾ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈമിന് ഇക്വലന്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ആ വീഡിയോസിൽ നിന്നൊക്കെ എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ ചുരുക്കം കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഒരു ക്ലീഷേ ഡയലോഗാണ്, നമ്മൾ പല മോട്ടിവേഷണൽ വീഡിയോസിലും കേട്ടിട്ടുണ്ടാകും. പക്ഷെ സ്റ്റിൽ, അതായത് നമ്മൾ വെൻ ഇറ്റ് കംസ് ടു ദ ഫൗണ്ടേഷൻ ഓർ ദ ഫണ്ടമെന്റൽ, സം തിങ്സ് ആർ ഓൾവേസ് എ ക്ലീഷേ ഓർ എ ക്രിഞ്ച്. അത് നമുക്ക് അൺഅവോയ്ഡബിൾ ആണ്. ഇഫ് യു ആർ someone who is really looking for a change in your life, I need to introduce a concept to you. Maybe this is something that you already know. ഞാൻ ഈ ഫിലോസഫി ഓഫ് ലൈഫ് ആ ഒരു കോൺസെപ്റ്റ് ആദ്യം പരിചയപ്പെടുമ്പോഴും അതിന് കുറച്ച് ടേക്ക് അവേസ് എൻ്റെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്തപ്പോഴത്തേക്കും I could see that over the period of time my life have transformed. എന്താണ് പറയുന്നത്, if you are somebody who is really looking for a change but don't know where to start or feeling stuck or overwhelmed, I have been there. അങ്ങനെ ഒരു വ്യക്തി എന്ന നിലയിൽ I would like to introduce this concept to you. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ആ കോൺസെപ്റ്റിനെ കുറിച്ച് കുറച്ചും കൂടെ ഫർദർ ആയിട്ട് സംസാരിക്കുകയും എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും stay safe and bye bye. With love, Joe.